പ്രിയപ്പെട്ട സഖാക്കളെ, മനുഷ്യവർഗത്തിലെ ഒരുവിധം ആളുകളെയെല്ലാം നമ്മൾ മാർക്സിസത്തിൻ്റെ ഭാഗമാക്കി. ഇനി മനുഷ്യരല്ലാത്ത ചിലത് ഇവിടെയുണ്ട്. അത് നമ്മുടെ പൂർവികർ തന്നെ ഇതിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഗോവിന്ദ മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, മാർക്സും എംഗൽസും ലെനിനും ഇനി ഇങ്ങോട്ട് EMS വരെ എഴുതി വെച്ച ഒരു തത്വശാസ്ത്രപരമായിട്ടുള്ള കാര്യത്തിന്റെ പ്രയോഗമല്ല നമ്മുടെ മാർക്സും. അതിന്റെ കൂടെ ചിലത് കൂടിച്ചേരാനുണ്ട്. അപ്പൊ എന്തു കൂടിയിട്ട് അതിന്റെ ഒപ്പം ഇന്ന് ഈ നിമിഷം ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ മനുഷ്യ സമൂഹമാർജിച്ച എല്ലാ കണ്ടെത്തലുകളെയും ശാസ്ത്രങ്ങളുടെയും പൂർണ്ണമായി ഉൾച്ചേരാൻ കഴിയുന്ന, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനാവുന്ന അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർക്സ്. അങ്ങനെ പറയുമ്പോൾ സാങ്കേതിക വിദ്യകളൊന്നും നമുക്ക് അന്യമല്ല. അപ്പോ AI നല്ല ഒന്നാന്തരം മാർക്സിസാണ്. മാർക്സത്തിൽ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ, AI സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ. മാഷ് സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ ആരും കളിയാക്കി ചിരിക്കണ്ട. വിപ്ലവം വെറുതെ ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കണ്ട. ഈ സാമൂഹ്യ പരിവർത്തനം എന്ന് പറഞ്ഞാൽ ചുട്ടപ്പം പോലെയും കിട്ടുന്നതാന്ന് വിചാരിക്കണ്ട. കുറച്ച് ചുട്ടപ്പാണെങ്കിൽ നമുക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെ കിട്ടും. പക്ഷെ ഇതങ്ങനെ കിട്ടുന്ന സാധനം അല്ല. ഇതില് കമന്റ് ചെയ്യാവണ്ടേ? ഈ ഫോണിൽ കമന്റ് ചെയ്യണം. എന്താ വേണ്ടത്? കമന്റ് ചെയ്യുക. നമുക്ക് വേണ്ട AI സഖാക്കളെ വളർത്തിയെടുക്കുക. ഞാൻ ഇത്രയും പറഞ്ഞത് AI എന്ന് പറയുമ്പോൾ എന്തെല്ലാം പല നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഐ എന്നാ വിചാരിച്ചിട്ടുണ്ട്. AI എന്ന് പറഞ്ഞാല് CPIയുടെ ഐ പോലെ ഒരു ഐ ആണെന്ന് ആരും വിചാരിക്കണ്ട. ഈ ഐ ചില്ലറ ഐ അല്ല. ഈ AI ഇങ്ങനെ മൂത്ത് വന്നാൽ പിന്നെ ഈ മാർക്സത്തിന് എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യം. SFI മൂത്താല് DYFI, DYFI മൂത്താല് CPM, അങ്ങനെ AI മൂത്താല് വേറെ വല്ലതും ആവുമെന്ന് ആരും വിചാരിക്കണ്ട. അവിടെയും മാർക്സത്തിനാണ് പ്രസക്തി. ആ പ്രസക്തി മാർക്സും ഏംഗൽസും തന്നെ പറഞ്ഞിട്ടുണ്ട്. മാർക്സും ഏംഗൽസും പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറഞ്ഞാൽ മാർക്സിസ്റ്റുകാർ പറയുന്ന മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രതിസന്ധി മനുഷ്യന്മാരായിട്ടുള്ള സഖാക്കൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും AI മുതലാളിമാരെ പ്രതിസന്ധിയിലാക്കും. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും. അതിനുവേണ്ടി AIനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചില പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ആരുടെ കയ്യിലാണ് AI ഇപ്പൊ എവിടെയെന്ന് വെച്ചാല് അത് ജന്മിമാരുടെ പത്തായത്തിലാണ്, മുതലാളിയുടെ കയ്യിലാണ്, സാമ്രാജ്യത്തിന്റെ കയ്യിലാണ്. ഈ പത്തായത്തിൽ നിന്നെടുത്ത് AIനെ അവർ പ്രയോഗിച്ച എന്താ സംഭവിക്കുക? വിവിധ തലങ്ങളിലുള്ള പ്രക്രിയയിൽ അത് പ്രയോഗിച്ച് മുമ്പോട്ടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ സഖാക്കളുടെ തൊഴിൽ നഷ്ടപ്പെടും. 60% ആളുകളുടെ ജോലി AI ചെയ്യും. സഖാക്കളുടെ മാത്രമല്ല, മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ ഒക്കെ പണി പോകും. ഭാവാത്മകമായ രീതിയിലുള്ള അഭിനയം മോഹൻലാലിനെക്കാളൊക്കെ നന്നായിട്ട്, മമ്മൂട്ടിയെക്കാളെല്ലാം നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ആളുകൾ വരും. അങ്ങനെ സിനിമാ സംഘടന വരെ AI കയ്യിലാക്കിയാല് നമ്മുടെ ആപ്പീസ് പൂട്ടും. അപ്പൊ മാർക്സത്തിന്റെ പ്രസക്തി തീർന്നല്ലോ. അധ്വാനിക്കുന്ന വർഗം തൊഴിലാളി വർഗല്ലേ. പക്ഷെ മാഷ് പേടിക്കണ്ട, മാഷിനെ നമ്മള് AI ഉപയോഗിച്ച് രംഗത്തിറക്കും. സഖാവെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ ഉണ്ടാക്കിയത് ഇപ്പോ എങ്ങനെയുണ്ട് മാഷെ? എന്നെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ AI മൂത്താല് സംസ്ഥാന സെക്രട്ടറിനെയും മറ്റു സഖാക്കളെയൊക്കെ അതുപോലെ നിർമ്മിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ AI മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്ന സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്, ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. അപ്പോൾ ഈ AIക്ക് വേണ്ടി നമ്മൾ ബ്രാഞ്ച് കമ്മിറ്റികൾ രൂപീകരിക്കണം. ഏരിയ കമ്മിറ്റി വേണം, ജില്ലാ കമ്മിറ്റി വേണം, സംസ്ഥാന കമ്മിറ്റി വേണം. ഇതൊക്കെ നമ്മളെ പൂർവികർ തന്നെ കണ്ടുപിടിച്ചതാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് മാർക്സും വളരെ കറക്റ്റാണ്. അപ്പോൾ വരാനിരിക്കുന്ന AI വിപ്ലവത്തിന് സ്വന്തം പേരിലും പാർട്ടിയുടെ പേരിലും വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ലാൽ സലാം സഖാക്കളെ.